അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം, അതിലുള്ള പോരായ്മകളെല്ലാം മാറ്റിവെച്ച് ഏറ്റവും നല്ല തങ്കപ്പെട്ട അമലുകളായി നമ്മളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബിൻ്റെ, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം എത്രയാണ്! ഒരു മുസ്ലിമിനോട്, ഒരു മുഅ്മിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിൻ്റെ ഫضലും ഇഷ്ടവും കരുണയും എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ ഭാഗം, ആ കരുണയുടെ ഭാഗമായി ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ കൂലിയാണ്, പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. അലിഫ് ലാം മീം എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 30 കൂലിയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മൾ കേട്ട ഹദീസാണ്. അതേപോലെ തന്നെ ഒരാൾ 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ ഒരു ഖത്തം തീർത്ത കൂലിയാണ്. കാരണം ഖുർആനിൻ്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. 3 ഓതിയിട്ടുണ്ടെങ്കിൽ ഖത്തം തീർത്ത കൂലിയാണ്. ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 27 ഇരട്ടി കൂലിയാണ്. ഒരാൾ ഒരു നമസ്കാരം 5 വക്ത് നമസ്കാരത്തിൽ ഏതെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ 10 ഇരട്ടി കൂലിയാണ്. കാരണം 50 വക്ത് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി, അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചുരുക്കി തന്ന് അത് 5 വക്താക്കി 1 വക്ത് നിസ്കരിച്ചാൽ 10 വക്തിൻ്റെ കൂലി തന്ന് 5 വക്ത് നിസ്കരിച്ചാൽ 50 വക്തിൻ്റെ കൂലി തരുന്നു. അതിൻ്റെ പുറമെയാണ് 27 ഇരട്ടി. അതിൻ്റെ പുറമെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ അവൻ്റെ ഇഖ്ലാസും ഈമാനും അനുസരിച്ച് അല്ലാഹു കണക്കില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഈ റബ്ബ് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക്, വലിയ വലിയ പ്രവർത്തനങ്ങളുടെ കൂലി ഓഫർ ചെയ്തിട്ടുണ്ട്, പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ റമദാനിലൊക്കെ ചെയ്യാൻ ഏത് സമയത്ത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റമദാനിൽ അവകൾ ചെയ്യാൻ ഏറെ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. നമുക്കറിയാം, ഏറ്റവും വലിയ ആരാധനയാണ്, ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഒരു മഖബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് തിരിച്ചു വരുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരുപാട് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നിരുന്നു, നസീതു ഇസ്മഹ, പക്ഷേ ആ പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയി. റസൂലുള്ളാഹി എന്താണ് ആ പെണ്ണിനോട് ചോദിച്ച്? മാ മനഅക അൻ തഹുജ്ജി മഅനാ, പെണ്ണെ, ഞങ്ങളുടെ കൂടെ, സഹാബത്തിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് നിനക്കെന്താണ് തടസ്സം? അഥവാ ഭർത്താവിൻ്റെ കൂടെ, മക്കളുടെ കൂടെ, മറ്റുള്ളവരുടെ കൂടെ ഹജ്ജ് ചെയ്യുന്നത് എന്താണ് തടസ്സമായിട്ടുള്ളത് എന്ന് ആ സ്ത്രീയോട് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ലം യകുൻ ലനാ ഇല്ലാ നാദിഹാനി, ഞങ്ങൾക്ക് 2 വെള്ളം കൊണ്ടുപോകുന്ന, വെള്ളം തെളിക്കുന്ന 2 ഒട്ടകങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഫഅജ്ജ അബൂ വലദിഹാ വബ്നുഹാ അലാ നാദിഹിൻ, അപ്പോൾ ഒരു ഒട്ടകത്തെ എൻ്റെ മകനും എൻ്റെ മകൻ്റെ പിതാവും അവർ 2 പേരും കൂടി ഒരു ഒട്ടകം ഏറ്റ് ഹജ്ജിന് പോയി. ഇനി ഒന്നാണ് ഒതറക്കലന നാദിഹൻ തൻലഹു അലൈഹി, പിന്നെ വെള്ളം കൊണ്ടുവരാനും അത് ഓരോ മൈഷത്തായിരിക്കും, വെള്ളം കൊണ്ടുവരുന്നു, കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ട, നിത്യജീവിതത്തിന് വേണ്ട വെള്ളം കൊണ്ടുവരുന്നു. അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ ഒട്ടകമില്ലെങ്കിൽ അതിനൊഴിവാക്കിയിട്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല. കാരണം ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ്, മനുഷ്യൻ്റെ സുപ്രധാനമായ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യമാണ് വെള്ളം എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യമാണ്, അത് ഒഴിവാക്കി ഹജ്ജിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫൈദാ ജാഅ റമളാനു ഫഅ്തമിരി ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ. അവിടെ റസൂലുള്ളാഹി പറയാണ്, എന്നാൽ റമളാൻ വന്നാൽ, ശരി അങ്ങനെ പോകേണ്ടതില്ല, വാപ്പയും മകനും പോയിട്ടുണ്ട്, നിനക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ റമളാനിൽ നീ പോയിട്ടൊരു ഉംറ ചെയ്യണം. റമളാനിൽ ചെയ്യുന്ന ഉംറ ഹജ്ജിന് ബദലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന 1990 ഹദീസിൽ, തഅദിലു ഹജ്ജതൻ മഈ, റമളാനിൽ ചെയ്യുന്ന ഉംറ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത് പ്രതിഫലം കിട്ടും. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസ്, എന്നിട്ട് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ആ പള്ളിയിൽ തന്നെ, ആ മുസല്ലയിൽ തന്നെ അയാൾ ഇരുന്നു.
സുമ്മ സൊല്ല റകാഅത്തൈനി, എന്നിട്ട് സൂര്യൻ്റെ ഉദയപ്രക്രിയ കഴിഞ്ഞാൽ, അഥവാ ഒരു 15-20 മിനിറ്റ്, സൂര്യൻ്റെ ഉദയം നമ്മുടെ കലണ്ടറിലൊക്കെ കാണിക്കുന്ന അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടതിന് ശേഷം, അല്ലെങ്കിൽ അത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഇതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്ന സമയമാണ് സംസ്കരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുമ്മ സല്ല റകഅത്ത്, 2 റകഅത്ത് നിസ്കരിച്ചു. ഫകാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അയാൾക്ക് ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട്. ഒരു ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത പ്രതിഫലം. അപ്പോൾ ഓരോ ദിവസവും ഹജ്ജും ചെയ്തും പ്രതിഫലം കിട്ടും. മറ്റൊരു റിവായത്തിൽ കാണാം താമ്മ, പരിപൂർണമായ അവരൊക്കെ സംശയം അങ്ങനെ ഉണ്ടാവും. അതെ, പരിപൂർണമായിട്ട് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് സംശയം ഒരു പക്ഷേ ഉണ്ടാകാം അല്ലേ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇതാ പരിപൂർണമായിട്ട് തന്നെ കിട്ടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസം നമുക്ക് അതിൻ്റെ പ്രതിഫലം, ഹജ്ജിൻ്റെ ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് നേടുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. ഹദീസ് എങ്ങനെയാണ്? അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ വദാ ഇലൽ മസ്ജിദ്, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമ, അയാൾ ഉദ്ദേശിക്കുന്നത് ആരെയും കാണാനോ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും മെച്ചത്തിനോ, ഇന്ന ആളവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടാവും, അയാൾ കടം തരാനുണ്ട്, കടം കിട്ടും, അല്ലെങ്കിൽ ഇന്നയാളുടെ കാര്യം, അതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിലേക്ക് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, രാവിലെ ആകട്ടെ വൈകുന്നേരം ആകട്ടെ ഏത് സമയത്താകട്ടെ അയാൾ നേരത്തെ തന്നെ പുറപ്പെട്ട് പള്ളിയിലുള്ള സദസ്സിലിരിക്കാൻ, ദർസിലിരിക്കാൻ ഒരാൾ പള്ളിയിലേക്ക് പോയി, ഖുർആൻ ക്ലാസ്സിലോ ഹദീസ് ക്ലാസ്സിലോ അവിടെയുള്ള ഏതെങ്കിലും തജ്വീദിൻ്റെ ക്ലാസ്സിലോ ദീന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി, അയാൾക്ക് കാന ലഹു ഖജരി ഹാജിൻ താമത്തൻ ഹജ്ജു, അഥവാ അയാൾക്ക് ഒരു പരിപൂർണമായ ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫർള് നമസ്കരിക്കാൻ വീട്ടിൽ നിന്നും ഒളു ചെയ്തു പോകുന്ന പ്രതിഫലം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരിക്കലും നമ്മുടെ പള്ളികളിലുള്ള ടാപ്പുകൾ, ഹൗലുകൾ നമുക്ക് ആർക്കും ഒളു എടുക്കാനുള്ളതല്ല. അത് ആർക്കുള്ളതാണ്? അത് യാത്രക്കാരനുള്ളതാണ്. യാത്രക്കാരനുള്ളതാണ്. നമ്മൾ യാത്രക്കാരനാണ്, ഒളു എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും ഒളു നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, വഴിയിൽ വെച്ച് ഒളു നഷ്ടപ്പെട്ട അങ്ങനെയുള്ള ആളുകൾക്കുള്ള, അല്ലാതെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് ഒളു എടുക്കാതെ പള്ളിയിൽ പോയി ഒളു എടുക്കുന്നതാണ് വമ്പൻ നഷ്ടമാണത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ആരെങ്കിലും ഒളു എടുത്തവനായിക്കൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു, ഇലാ സ്വലാത്തിൻ മക്തുബ, ഏതെങ്കിലും ഒരു ഫർദ് നമസ്കാരം നിസ്കരിക്കുന്നതിന് വേണ്ടി, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച് ശരിയാവണ്ണം ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം അയാൾക്കുണ്ട്. ഒമിൻ ഖറജ ഇലാ തസ്ബീഹി ദുഹ, ഒരാൾ ദുഹ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു, ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു, അതാണ് അയാളെ നിയ്യത്ത്, ആ ദുഹ നിസ്കരിക്കുക, ആ നിസ്കാരമാണ് അയാളെ നിയ്യത്ത്, വേറൊന്നും ആരെയും കാണാനോ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഷുഗലിനോ ആവശ്യങ്ങൾക്കും മാത്രം ഒന്നുമല്ല, നിസ്കരിക്കുക എന്നുള്ള നിയ്യത്താണ്. ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, അയാൾക്കൊരു ഉംറ ചെയ്തവൻ്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ മശ ഇലാ സ്വലാത്ത് മക്തൂബ, ആരെങ്കിലും ഒരു നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി, നിർബന്ധ നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി അയാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ഫഹിയ കഹജ്ജത്തിൻ, അതൊരു ഹജ്ജിൻ്റെ പ്രതിഫലമാണ്. ഒമൻ മഷ ഇലാ സ്വലാത്തിൻ തതവ്വ, ആരെങ്കിലും ഒരു സുന്നത്തായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അയാൾ ഒരുങ്ങി പുറപ്പെട്ടു, ഫയ്യ ഉംറത്തിൻ, അതൊരു ഉംറയുടെ പ്രതിഫലം അയാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേപോലെ നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധുക്കളായിട്ടുള്ള ചില സഹാബികൾ, അത് ദരിദ്രന്മാരായ സാധുക്കളായിട്ടുള്ള സഹാബികൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്. കാരണം സമ്പന്നന്മാരായ സഹാബികൾ ഞങ്ങളെപ്പോലെ തന്നെ നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നു. അതിന് പുറമെ അവർ അവരുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, അങ്ങനെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾ നഷ്ടക്കാരാണല്ലോ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും, സങ്കടം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവരോട് എന്ത് മറുപടി പറഞ്ഞു? ഹദീസ് ഇങ്ങനെ വായിക്കാം, ദഹബ അഹ്ലുദ് ദുസൂർ മിനൽ അംവാലി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം, സമ്പത്തുള്ള ആളുകൾ സ്ഥിരമായ ഉന്നതമായ അനുഗ്രഹങ്ങളും പദവികളും കൊണ്ടുപോയല്ലോ. യുസല്ലൂന കമാ നുസല്ലി വയസൂമുന കമാ നസൂം, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ ഓലും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് വെക്കുന്ന പോലെ ഓലും നോമ്പ് വെക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ സലാസൻ ഔ സലാസീൻ, ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നിങ്ങൾ ചൊല്ലിക്കോ, അതേ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഹജ്ജിൻ്റെ പ്രതിഫലം, ഉംറയുടെ പ്രതിഫലം, വലിയ സ്വർണ്ണവും വെള്ളിയൊക്കെ ചെലവഴിക്കുന്ന പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജഹസ ഹാജൻ,
ഒരാളെ ഹജ്ജിന് വേണ്ടി സഹായിച്ചു, അയാളെ പറഞ്ഞേക്കാൻ സഹായിച്ചു, യാത്ര പുറപ്പെട്ടു പോകാൻ സഹായിച്ചു. അതേപോലെ തന്നെ ഒരാൾ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി വിട്ടു, മറ്റൊരാൾ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചു പോരുന്നു, മറ്റൊരാൾ ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുന്നു, അയാൾക്കൊക്കെ ഇവർ ചെയ്ത അതേ പ്രതിഫലം ഫലവോ മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ, ഇവർ ചെയ്ത അതേ പ്രതിഫലം ഇതൊക്കെ ചെയ്ത ആളുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഒരിക്കലും സഹായിച്ചു ഒരാൾ പ്രേരണ കൊടുത്ത് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ പ്രതിഫലങ്ങൾക്ക് നേടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.